Hello everyone, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവാലുവേഷൻ സ്റ്റേഷനെ കുറിച്ചിട്ടാണ്. അപ്പം are you worried about evaluation station? Don't worry, this is the easiest one in APA station. ഇതിൽ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കണോ ആ ക്വസ്റ്റ്യൻ്റെ നമ്മൾ ആൻസർ എഴുതിയാൽ മതി. 15 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ ഷുവർലി യു ഗോണ കംപ്ലീറ്റ് ഇറ്റ്. സോ ഡോണ്ട് worry. ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇത് 15 മിനിറ്റ്സ് സൈലൻറ്റ് സ്റ്റേഷൻ ആണെന്ന് അറിയാമല്ലോ. പിന്നെ അതിൽ കൂടുതലായിട്ടും വരുന്നത് ട്രാൻസ്ഫർ ഓഫ് ലെറ്റർ ആണ് വരുന്നത്. അപ്പോൾ ദിസ് സ്റ്റേഷൻ യു ക്യാൻ ആക്സസ് ടു അസസ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് പ്ലാനിങ് സ്റ്റേഷൻ്റെ പേപ്പർ വർക്കെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾക്ക് എഴുതാനുള്ളത് ഇവാലുവേഷൻ സ്റ്റേഷനിൽ നിങ്ങൾക്ക് എഴുതാനുള്ളത് ബ്ലൂ പെന്നിൽ വെച്ചിട്ടാണ് എഴുതാനുള്ളത്. അതെന്താണെന്നറിയാമോ? നമ്മൾ മറ്റ് സ്റ്റേഷനിലുള്ള ഒറ്റ പേപ്പർ വർക്കും നമ്മൾ കറക്ഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മൾക്ക് ബ്ലൂ പെന്നിൽ എഴുതാൻ പറയണത്. അല്ലെങ്കിൽ നമ്മൾ പ്ലാനിങ് സ്റ്റേഷനിൽ നമ്മൾ എന്തെങ്കിലും തിരുത്തിയിട്ടുണ്ടെങ്കിൽ യു ഓട്ടോമാറ്റിക്കലി യു ഗോണ ഫെയിൽ. സോ don't do any corrections at all. പിന്നെ നമ്മൾക്ക് എക്സാമിന് മുമ്പ് 1 മിനിറ്റ് പ്രിപ്പറേഷൻ തരും. ആ 1 മിനിറ്റിനുള്ളിൽ നമ്മുടെ സെനോറിയയും നമ്മൾ അതുപോലെ തന്നെ അതിൻ്റെ ടൈമും നമ്മൾ നോക്കി നമ്മൾ ചെയ്യണം കേട്ടോ. അത് ഏത് സമയത്താണ് ട്രാൻസ്ഫർ ഓഫ് ലെറ്റർ നമ്മൾ എഴുതേണ്ടത്, പേര് എഴുതിയിട്ടുണ്ടാവും, സെനോറിയ എഴുതിയിട്ടുണ്ടാവും, പിന്നെ അതിൻ്റെ ടൈം എപ്പോഴാണ്, ട്രാൻസ്ഫർ ഓഫ് ലെറ്ററിൻ്റെ ടൈം എപ്പോഴാണ്, ഇതെല്ലാം നമ്മൾ 1 മിനിറ്റ് റീഡിങ്ങിൽ കംപ്ലീറ്റഡ് ആക്കണം. പിന്നെ നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം തന്നെ എഴുതാനല്ല നോക്കുന്നത്. നമ്മൾ പ്ലാനിങ് സ്റ്റേഷനിൽ ചെയ്തതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ട്രാൻസ്ഫർ. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അപ്സൈഡ് ഡൗൺ ആണ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഡോണ്ട് വറി. അതിൽ അവർ പറയുന്നത് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ട്രാൻസ്ഫർ, പിന്നെ നെയിം, പിന്നെ സിഗ്നേച്ചർ, ഡേറ്റ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ പ്ലാനിങ്ങിൽ ചെയ്തില്ലേ, നമ്മൾ ടൈമും ഡേറ്റും ഒക്കെ ഇട്ടതുപോലെ സെയിം തന്നെ നമ്മൾ എൻഡിൽ നിന്ന് തുടങ്ങണം. എൻഡിൽ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ബിഗിനിങ്ങിലേക്ക് വരണം. അപ്പോൾ ബിഗിനിങ്ങിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പേഷ്യൻ്റ് ഡീറ്റെയിൽസ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ പേഷ്യൻ്റെ ഡീറ്റെയിൽസ് എഴുതുക. അതിന് ശേഷം അവർ ചോദിക്കണം ക്ലിയർലി ഡിസ്ക്രൈബ് റീസൺ ഫോർ ഇനീഷ്യൽ അഡ്മിഷൻ ആൻഡ് സബ്സിക്വൻറ്റ് ഡയഗ്നോസിസ്. എന്താണ് റീസൺ അഡ്മിഷൻ, അല്ലെങ്കിൽ റീസൺ മെൻ്റൽ, ഇപ്പോൾ ഡിപ്രഷനാണ് വരുന്നതെങ്കിൽ ആ സെനോറിയുടെ നമ്മൾ ചോദിക്കുന്നത് റീസൺ ഫോർ റീസെൻറ്റ് ട്രാൻസ്ഫർ ഓഫ് മെൻ്റൽ ഹെൽത്ത് ക്ലിനിക്ക്. ഇതാണ് ആ ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പം നമ്മൾ എന്താണോ എന്ത് റീസൺ ആയിട്ടാണോ പേഷ്യൻ്റ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം എഴുതാൻ നമ്മൾ മിസ്റ്റർ എക്സ് ഈസ് അഡ്മിറ്റഡ് വിത്ത് പൂർ ആപ്പിറ്റൈറ്റ് ആൻഡ് ലെഗ് പെയിൻ ഡ്യൂ ടു ഓൺഗോയിങ് ആർത്രൈറ്റിസ് to have diagnosis of type 1 diabetes mellitus. അങ്ങനെ എഴുതാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസൺ എന്താണ്, ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. നിങ്ങളുടെ സെനോറിയ അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് റീസൺ ആണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ എഴുതുക. പിന്നെ അവർ ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് അഡ്മിഷൻ ആണ് ചോദിക്കുന്നത്. ഡേറ്റ് ഓഫ് അഡ്മിഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. പിന്നീട് ഐഡൻറ്റിഫൈ മെയിൻ നഴ്സിംഗ് നീഡ്സ് അഡ്രസ്ഡ് ഡ്യൂറിങ് പേഷ്യൻസ് KNMAU മെഡിക്കൽ അഡ്മിഷൻ യൂണിറ്റിൽ നഴ്സിംഗ് നീഡ്സ് എന്തെല്ലാം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു അതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കെയർ നീഡ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. കെയർ പ്ലാനിൽ നമ്മൾ 2 ഇതായിട്ട് നമ്മൾ കെയർ നീഡ്സ് എഴുതിയിട്ടുണ്ട്. ഇതാണ് പേഷ്യൻ്റ് റിസ്ക് ആയിട്ടുള്ളത്. നിങ്ങൾ പ്ലാനിങ്ങിൽ എഴുതിയിട്ടില്ലേ, അത് ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി. അതായത് ജെയിംസ് ഈസ് അറ്റ് റിസ്ക് ഓഫ് മാൽന്യൂട്രീഷൻ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അപ്പം ഇങ്ങനെയാണ് എഴുതുന്നത്. Mr. X is at risk of malnutrition due to must score of 1, stating that poor appetite for a week secondary to diabetes. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. നമ്മൾ എന്താണ് ആ റിസ്ക് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത്, നമ്മുടെ നഴ്സിംഗ് നീഡ്സ് ആയിട്ട് എഴുതിയിട്ടുള്ളത്, അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അങ്ങനെ 2 പ്രോബ്ലംസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ 2 പ്രോബ്ലംസും ഇവിടെ നമ്മൾ കോപ്പി ചെയ്യുക. നമ്മൾക്ക് വെറുതെ ഈസിയാണ്, എല്ലാം അത് പ്ലാനിങ് സ്റ്റേഷനിലുള്ളത് കോപ്പി ചെയ്താൽ മതി ബേസിക്കലി. പിന്നെയുള്ളത് ഔട്ട്ലൈൻ നഴ്സിംഗ് കെയർ പ്രൊവൈഡഡ് ടു മീറ്റ് ദ ഐഡൻറ്റിഫൈഡ് നീഡ്സ്. അതിൽ നമ്മൾ
ചെയ്യേണ്ടത്, നമ്മൾ നഴ്സിംഗ് കെയർ പ്ലാനിൽ നമ്മൾ കോളം തിരിച്ചിട്ട് ഒരു സൈഡിൽ നമ്മൾ നഴ്സിംഗ് നീഡ്സ് എഴുതി, മറ്റേ കോളത്തിൽ സെൽഫ് കെയർ ആക്ടിവിറ്റീസുമാണ് എഴുതിയത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എഴുതിയിട്ടുള്ള നഴ്സിംഗ് നീഡ്സിൽ 3 ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്, നമ്മൾ 3 ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്, അത് 2 കെയർ പ്ലാനിലത്തെ 3 ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ 3 ക്രിട്ടിക്കൽ പോയിൻ്റാണ് ഇവിടെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾക്ക് ഫൊർഗെറ്റ് ചെയ്യുക, നമ്മൾ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതിരിക്കേണ്ടത് ന്യൂസ് സ്കോറ്, GCS സ്കോറ്, PHQ സ്കോറ്, പിന്നെ എന്താണ് മസ്റ്റ് സ്കോറ്, ഇതെല്ലാം നമ്മൾ എഴുതിയിരിക്കണം. ആ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ അത് പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കണം എന്തായിരുന്നാലും. അപ്പോൾ ആദ്യത്തെ കെയർ പ്ലാനിലെ 3 ക്രിട്ടിക്കൽ പോയിൻറ്റ്സും നമ്മൾ ഇതിലെഴുതുക, രണ്ടാമത്തെ കെയർ പ്ലാനിലെ 3 ക്രിട്ടിക്കൽ പോയിൻറ്റ്സും ഇതിലെഴുതുക. ഇതാണ് നമ്മളുടെ ഇത് നഴ്സിംഗ് കെയർ പ്രൊവൈഡഡ് ടു മീറ്റ് ഐഡൻറ്റിഫൈഡ് നീഡ്സിൽ നമ്മൾ കോപ്പി ചെയ്യാനുള്ളത്. പ്ലാനിങ് സ്റ്റേഷനിൽ നിന്ന് അതെടുത്ത് കോപ്പി ചെയ്താൽ മതി. പിന്നെ നമ്മൾക്കുള്ളത് നമ്മൾ എഴുതുമ്പോൾ നഴ്സിംഗ് ഇതെല്ലാം എഴുതുമ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസിലായിട്ടാണ് എഴുതേണ്ടത്. നമ്മളിപ്പോൾ പ്ലാനിങ്ങിൽ എഴുതിയിട്ടുള്ളത് നമ്മളിതുപോലെ പേഷ്യൻറ്റിന് ഇപ്പം ഫോർ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്കസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് കെയർ ആൻഡ് ഗെയിൻ കൺസെൻറ്റ് ഫോർ ഓൾ ദ ഇൻ്റർവെൻഷൻ എന്നല്ലേ നമ്മൾ ആദ്യം കെയർ പ്ലാനിൽ എഴുതിയത് നഴ്സിംഗ് നീഡിൽ. അപ്പോൾ നമ്മൾ ഈ ടൈമിൽ എഴുതേണ്ടത് I explained and discussed all aspects of care and gained consent for all intervention. നമ്മളെല്ലാത്തിൻ്റെയും പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്തു എന്നുള്ളതായിട്ടാണ് എഴുതേണ്ടത്. നമ്മൾ അസസ്ഡ് ആൻഡ് മോണിറ്റേർഡ് ഹിസ് വെയിറ്റ്, എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ മസ്റ്റ് സ്കോർ, എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, അങ്ങനെ പാസ്റ്റ് ടെൻസിലായിട്ടാണ് നമ്മൾ എഴുതുന്നത്. പിന്നെയുള്ളത് ഔട്ട്ലൈൻ ദ പേഷ്യൻസ് കറൻറ്റ് എബിലിറ്റി ടു സേഫ് കെയർ ബേസ്ഡ് ഓൺ പേഷ്യൻസ് കെയർ പ്ലാനാണ് നമ്മൾക്ക് എഴുതാനുള്ളത്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മൾ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് എന്താണ് എഴുതിയിട്ടുള്ളത് അത് നമ്മൾ പാസ്റ്റ് ടെൻസിലായിട്ട് എഴുതിയാൽ മതി. അതായത് പേഷ്യൻറ്റ് മിസ്റ്റർ എക്സ് ഡെമോൺസ്ട്രേറ്റഡ് ദ യൂസ് ഓഫ് കോൾ ബെല്ല്, അല്ലെങ്കിൽ മിസ്റ്റർ എക്സ് വെർബലൈസ്ഡ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കെയർ പ്ലാൻ, എനിത്തിങ് വാട്ട് എവർ യു റൈറ്റ് ഇറ്റ് ഔട്ട്. അതിൻ്റെ 5 പോയിൻറ്റ്സ് നമ്മളിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യണം, 5 പോയിൻറ്റ്സ്. നമ്മൾക്ക് ഇനി കാർഡിയാക് ഫെയിലിയർ ആണെങ്കിൽ ഡിഫറൻ്റ്ലി ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് കാർഡിയാക് ഫെയിലിയറാണ് നമ്മുടെ സെനോറിയെങ്കിൽ അവർ ചോദിക്കാൻ പോകുന്നത്, ഇവാലുവേഷനിൽ ചോദിക്കാൻ പോകുന്നത് പേഴ്സണൽ ആൻഡ് സ്പിരിച്വൽ നീഡ്സ് ആൻഡ് ഫാമിലി കെയർ നീഡ്സ് ആയിരിക്കും ഈ സെൽഫ് കെയർ ആക്ടിവിറ്റിക്ക് പകരമായിട്ട് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എഴുതാനുള്ളത് ഐഡൻറ്റിഫൈ സ്പിരിച്വൽ റിലീജിയസ് നീഡ്സ്, ഡിസ്കസ് പേഷ്യൻസ് ഫോർ പാലിയേറ്റീവ് കെയർ നീഡ്സ് ഫോർ chaplain services, allow patients family to stay in the hospital or stay with the patient, and psychological support, provide psychological support to the family, decision making. ഇതെല്ലാം നമ്മൾക്ക് എഴുതാം. നമ്മൾ എന്താണ് അതിന് ഉചിതമായിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ പ്ലാനിങ് എഴുതുക, നീഡ്സ് എഴുതുക, സ്പിരിച്വൽ നീഡ്സ് എഴുതുക, അല്ലെങ്കിൽ ഫാമിലി കെയർ നീഡ്സ് എഴുതുക അവിടെ. പിന്നെ അടുത്തതായിട്ട് ചോദിക്കുന്നത് ഡോക്യുമെൻറ്റ് പേഷ്യൻസ് അലർജീസ് ആൻഡ് അസോസിയേറ്റഡ് റിയാക്ഷൻസ്. അപ്പോൾ എന്ത് റിയാക്ഷനാണ്, എന്ത് അലർജിയാണ് പേഷ്യൻസ് ഉണ്ടായിരുന്നത്? നമ്മൾ അസസ്മെൻറ്റിലും പ്ലാനിങ്ങിലും ഇംപ്ലിമെൻറ്റേഷനിലും നമ്മൾ പേഷ്യൻറ്റിനോട് ചോദിച്ചറിഞ്ഞു. അതുപോലെ പ്ലാനിങ്ങിലും നമ്മൾ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിരുന്നത്. ഇംപ്ലിമെൻറ്റേഷനിലും കറക്റ്റായിട്ട് അവർ തന്നിട്ടുണ്ട് എന്താണ് പേഷ്യൻറ്റിൻ്റെ ഡ്രഗ് റിയാക്ഷൻസ് ആയിട്ടുണ്ടായിരുന്നത്, ഡ്രഗ് അലർജി എന്തായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുമ്പോഴും അവർ പറയുന്നുണ്ട്. അല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് ഓർക്കുന്നില്ല, നമ്മൾ എന്താണ് പറഞ്ഞത് ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ്റെ ആ പേപ്പർ വർക്ക് അവർ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അതിൽ നോക്കിയിട്ട് കോപ്പി ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റ് അലർജിയാണ്, ഐബിപ്രൂഫിനാണ് അലർജി, റിയാക്ഷൻ ബ്രോങ്കോസ്പാസ്മാണ് എന്നെങ്കിൽ ഐബിപ്രൂഫിൻ ബ്രോങ്കോസ്പാസം എന്നെഴുതിയാൽ മതി. അഥവാ പേഷ്യൻറ്റിന് ഒരു അലർജിയും ഇല്ല എങ്കിൽ നമ്മൾക്ക് NKDA എന്നെഴുതാം, നോൺ ഡ്രഗ് അലർജി എന്നും പറഞ്ഞുകൊണ്ട് NKDA ഇത്രയും എഴുതാം. അതിലെന്താണ് എഴുതിയിട്ടുള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് എഴുതുക കേട്ടോ.
പിന്നെയുള്ളത് നമ്മൾ കാർഡിയാക് ഫെയിലറിലാണ് സെനോറിയ ആണെങ്കിൽ അവർ ഈ ഡ്രഗ് അലർജി അല്ലായിരിക്കും ചോദിക്കുന്നത്. അതിന് പകരം ഐഡൻറ്റിഫൈ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഡിറ്റൂറിയേഷൻ ഓഫ് പേഷ്യൻസ് കണ്ടീഷനാണ് അവർ ചോദിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? കാർഡിയാക് ഫെയിലറിൽ ആ പേഷ്യൻ്റെ കണ്ടീഷൻ ഡിറ്റൂറിയേറ്റ് ചെയ്യുവാണ് എന്ന് വരുമ്പോൾ എന്തൊക്കെ റിസ്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഴുതാം Mr. X is risk of fluid volume overload due to his congestive heart failure എന്നെഴുതാം. അല്ലെങ്കിൽ മിസ്റ്റർ എക്സ് ഇസ് റിസ്ക് ഫോർ കാർഡിയോജനിക് ഷോക്ക്, മിസ്റ്റർ എക്സ് ഇസ് റിസ്ക് ഫോർ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഓർ മിസ്റ്റർ എക്സ് ഈസ് അറ്റ് റിസ്ക് ഓഫ് കാർഡിയോപൾമിനറി അറസ്റ്റ്. എനിത്തിങ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. എന്ത് നമ്മൾക്ക് റിസ്ക് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. കാർഡിയാക് ഫെയിലർ ആയിട്ട് ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പേഷ്യൻറ്റിന് സംഭവിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തത്. അത് നമ്മൾ എഴുതുക കേട്ടോ. അതായിരിക്കും ക്വസ്റ്റ്യൻ കാർഡിയാക് ഫെയിലറിൽ വരുന്നത്. അല്ലാത്ത സെനോറിയകളിലെല്ലാം അവർ ഡ്രഗ് റിയാക്ഷൻസും ഡ്രഗ് അലർജീസാണ് ചോദിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് ലിസ്റ്റ് ഏരിയാസ് ഐഡൻറ്റിഫൈഡ് ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും? നമ്മളുടെ അസസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പേഷ്യൻ്റെ ലൈഫ് സ്റ്റൈലും നമ്മളെ പേഷ്യൻ്റെ ഡിസീസസും മൊബിലിറ്റിയും എക്സസൈസ് നീഡ്സും എന്തൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തോ അതാണ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനുള്ളത്. നമ്മൾക്ക് അപ്പം എന്തൊക്കെ നമ്മൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ എഴുതുക. ഫോർ എക്സാമ്പിൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഓൺ സ്മോക്കിംഗ് cessation, diabetic diet, mobility assistance, breathing exercise, importance of proper positioning, importance of well-balanced diet, anything you can write it in. എന്താണ് പേഷ്യൻ്റെ ഹെൽത്ത് എഡ്യൂക്കേഷൻ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുക. പിന്നെ ലാസ്റ്റ്ലി ആൻഡ് നോട്ട് ലീസ്റ്റ്ലി നിങ്ങളവിടെ ഫസ്റ്റ് നിങ്ങൾ ഡേറ്റും ടൈമും എഴുതാൻ മറന്നു പോയെങ്കിൽ ഈ ടൈമിൽ ഉറപ്പായിട്ടും എഴുതുക. നിങ്ങൾ ഡേറ്റും എഴുതുക, അതിനനുസരിച്ച് നെക്സ്റ്റ് ലൈനിൽ ടൈമും എഴുതുക. പിന്നെ നിങ്ങളുടെ പേരും സിഗ്നേച്ചറും ഡേറ്റും എഴുതുക. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റഡ് ആവും. 15 മിനിറ്റ്സിൽ നിങ്ങൾ ഷുവർലി യു ഗോണ കംപ്ലീറ്റ്. വെരി ഈസി ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ് ഈ സ്റ്റേഷൻ. പിന്നെ ഞാൻ പറയുന്ന പോലെ പ്ലാനിങ് സ്റ്റേഷനിൽ പറഞ്ഞതുപോലെ നിങ്ങൾ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സിംഗിൾ ലൈൻ ഇട്ടിട്ട് ക്രോസ് ഔട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സിഗ്നേച്ചർ ഇടുക. കുരുകുരാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുത്തിയൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഒരു ലൈൻ ഇട്ടിട്ട് ഇററാണെന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിട്ട് ഒരു സിംഗിൾ ലൈൻ ഇട്ടിട്ട് ഇററാണെന്ന് എഴുതിയിട്ട് നിങ്ങൾ ഇനീഷ്യൽസ് ഇട്ടാലും മതി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇവാലുവേഷൻ സ്റ്റേഷൻ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളിത് എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് ANTT ആയിരിക്കും. ANTT ഞാൻ വെർബലൈസ് ചെയ്യുമായിരിക്കും. എല്ലാ സ്റ്റെപ്സും ഞാൻ തറവായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പം അടുത്ത സ്കിൽ സ്റ്റേഷനിൽ കാണുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്. സീ യു ലേറ്റർ ആൻഡ് സ്റ്റഡി ഹാർഡ്. ബൈ.